ഇവിടെ ഒരു സൈക്കിള് 13 S8 ഒരു സൈക്കിളാണ് 1385. ആ പെർമ്യൂട്ടേഷൻ ഇങ്ങനെ എഴുതാമല്ലോ. 1 3ലേക്ക് 3 8ലേക്ക് 8 ഫിക്സഡ് ആണ്, 6 ഫിക്സഡ് ആണ്, 7 ഫിക്സഡ്. കൺസിഡർ ഇവിടെ 1 1 5 1 8 1 3 ഈ 3 പെർമ്യൂട്ടേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുക. വൺ ഫൈവ് ഇതിനെ മൾട്ടിപ്ലൈ എന്താ ഇവിടെ 1 5 എന്ന പെർമ്യൂട്ടേഷൻ എങ്ങനെ ഇരിക്കും? ഇതൊരു സൈക്കിൾ അല്ലേ? ഈ പെർമ്യൂട്ടേഷൻ എങ്ങനെ ഇരിക്കും? 1 2 3 4 5 ഒരു കാര്യം ചെയ്യും, അതവിടെ നമ്മളെപ്പോഴും ഇനി ലെഫ്റ്റിൽ നിന്നല്ലേ എടുത്ത് പറഞ്ഞ 1 5 അവിടെ ഇരുന്നോട്ടെ. ഈ 1 8 നമുക്ക് എങ്ങനെ എഴുതാം? 1 8 1 2 3 4 5 6 7 8 1 8 നമുക്ക് എങ്ങനെ എഴുതാം? 1 8 1 8 പോകും, 8 1 പോകും, 1 8 പോകും, 8 1 പോകും. ബാക്കിയുള്ളതെല്ലാം ഫിക്സഡ് ആണ് അല്ലേ? 2 2 ആണ്, 3 3 ആണ്, 4 4 ആണ്, 5 5 ആണ്, 6 6 ആണ്, 7 7 ആണ്. അടുത്ത് 1 3 1 2 3 4 5 6 7 8 1 3 നോക്ക്, 1 3 പോകും അല്ലേ? 3 അങ്ങോട്ട് പോകും, 1 പോകും. ബാക്കിയുള്ളതൊക്കെ ഫിക്സഡ് ആണ്. 2 4 5 6 7 8 ഇവിടെ 1 5 ഇവിടെ ഇരുന്നോട്ടെ. 1 5 എന്നൊരു സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ ആദ്യം ഈ രണ്ട് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ എന്താ അറിയുക? ഈ രണ്ട് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ 1 2 3 4 5 6 7 8 അല്ലേ? ഇവിടെ നോക്കിയേ, ഈ രണ്ട് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ. ആദ്യം ഇവിടെ 1ന്റെ ഇമേജ് 3 ആണ്, ഇവിടെ 3ന്റെ ഇമേജ് 3 ആണ്. ഇവിടെ 1 എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. അടുത്ത് ഇവിടെ 2ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 2 ഇവിടെ 2 ആണ്, 2 ഇവിടെ 2 ആണ്. ഇവിടെ 3ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 3 ഇവിടെ 1 ആണ്, 1 ഇവിടെ 8 ആണ്. അടുത്തിവിടെ 4ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 4 4 രണ്ടിടത്തും ഫിക്സഡ് ആണ്, 5 രണ്ടിടത്തും ഫിക്സഡ് ആണ്, 6 രണ്ടിടത്തും ഫിക്സഡ് ആണ്, 7 7 പോകും, 7ഉം ഫിക്സഡ് ആണ്, 8 8 പോകും, 8 1 പോകും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ 1 5, ഈ 1 5നെ എങ്ങനെ എഴുതാം? 1 5നെ 1 2 3 4 5 6 7 8 1 5 പോകും, 5 1 പോകും. ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അപ്പൊ എന്താ അറിയാ? 1 2 3 4 5 6 7 8 ഇവിടെ നോക്കിയേ, 1 ഇവിടെ 3 ഇവിടെ എവിടെയാ? 3 പോകുന്നു. 1ന്റെ ഇമേജ് 3 ആണ്. 2 ഇവിടെ 2 ആണ്, 2 ഇവിടെ 2 ആണ്, 2ന്റെ ഇമേജ് 2 ആണ്. 3ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 3 ഇവിടെ 8 പോകുന്നു, 8 ഇവിടെ 8 പോകുന്നു. അപ്പൊ 3ന്റെ ഇമേജ് 8 ആണ്. 4ന്റെ ഇമേജ് 4 ആണ്, ഇവിടെയും 4 ആണ്. 5 5 ആണ്, 5ന്റെ ഇമേജ് ഇവിടെ 5 ആണ്, ഇവിടെ 5ന്റെ ഇമേജ് 1 ആണ് അല്ലെ? രണ്ടിടത്തും 6ന്റെ ഇമേജ് 6 ആണ്, 7ഉം സെയിം ആണ്. 8 ഇവിടെ 1 ആണ്, 1 ഇവിടെ 5 ആണ്. നോക്കിയേ, ഇതാരാ? ഇതിനൊരു സൈക്കിളായിട്ട് എഴുതി. ഇതൊരു സൈക്കിൾ ആണല്ലോ. 1 3 പോകുന്നു, 3 എങ്ങോട്ട് പോകുന്നു? 8 പോകുന്നു, 8 5 പോകുന്നു. കണ്ടോ? ഇത് കണ്ടല്ലോ.
അപ്പോൾ ഈ 1385 എന്ന സൈക്കിളിനെ ഈ 3 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിക്കല്ലേ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന 1385 എങ്ങനെ എഴുതി, നമുക്ക് എങ്ങനെ കിട്ടി? 1385 എങ്ങനെയാണെന്ന് കിട്ടി? ദാറ്റ് ഈസ് 1385 ഈസ് സെയിം ആസ് 151813. ശരിയാണോ? 151813. ഇനി another example. If consider the cycle consider group S7. What 1632 into 457. അപ്പോൾ ഈ റൂൾ വെച്ച് നമുക്കിപ്പോ ഇവിടത്തെ ഈ റൂൾ വെച്ചാണെങ്കിൽ ഇത് ശരിയാണ്, ഇത് ജനറലായിട്ട് ശരിയാണെങ്കിൽ 1 ആദ്യം 5 ആയിട്ടുള്ളത്, പിന്നെ 1 8 ആയിട്ട്, പിന്നെ 1 3 ആയിട്ട് അല്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിനെ എങ്ങനെ എഴുതാം? 1 2 2 1 3 1 6 ഈ 3 സൈക്കിൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്, ഈ 3 സൈക്കിൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 1632. അതുപോലെ 457 അതും ഇതുപോലെ എഴുതാം. 457 എങ്ങനെ എഴുതാം? 457 4745 4745. ശരിയാണോ? നോക്കണോ അത്? അപ്പൊ നോക്കിയാലോ. കൺസിഡർ the group S7 and let the cycle 1632 457. So consider 1 ഇത് കൺസിഡർ ചെയ്യുക. ആരെയൊക്കെ? 1 2 എന്ന സൈക്കിൾ, 1 3 എന്ന സൈക്കിൾ, 1 6 എന്ന സൈക്കിൾ. ഈ 3 സൈക്കിൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. 1 3 1 2 1 6. 1 2 എന്ന സൈക്കിൾ ആരാ? 1 2 3 4 5 6 7 1 2 2 1 ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അടുത്ത് 1 3 എന്ന സൈക്കിൾ എന്താ? 1 2 3 4 5 6 7 1 3 പോവും, 3 1 പോവും, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. 1 6 എന്ന സൈക്കിൾ എങ്ങനെയാ? 1 2 3 4 5 6 7 1 6 പോവും, 6 1 പോവും, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. നോക്കിയേ, ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ 1 2 3 4 5 6 7. ഇവിടെ നോക്കിയേ, 1 ഇവിടെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ആണ്. 1 ഇവിടെ 6 പോകുന്നു, 6 ഇവിടെ 6 പോകുന്നു, 6 ഇവിടെ 6 പോകുന്നു, 1 6. 2 ഇവിടെ 2 പോകുന്നു, 2 ഇവിടെ 2 പോകുന്നു, 2 ഇവിടെ 1 പോകുന്നു. 3 ഇവിടെ 3 ഇവിടെ 1, ഇവിടെ 1 ഇവിടെ 2. അപ്പോൾ 3 ഇമേജ് 2. 4 ഇമേജ് കണ്ടുപിടിക്കാൻ 4 ഇവിടെ 4ലേക്ക്, ആ 4 ഇവിടെയും 4 ഇവിടെയും 4. അപ്പോൾ 4 ഫിക്സഡ് തന്നെയാണ് ഇവിടെയും. ഇവിടെ 5 ഇമേജ് കണ്ടുപിടിക്കാൻ 5 ഇവിടെ 5ലേക്ക്, 5 എല്ലായിടത്തും ഫിക്സഡ് തന്നെയാണ്. 6 ഇമേജ് കണ്ടുപിടിക്കാൻ 6 ഇവിടെ 1ലേക്ക്, 1 ഇവിടെ 3ലേക്ക്, 3 ഇവിടെ 3ലേക്ക് അല്ലേ.
7ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 7 7 എല്ലായിടത്തും 7 ആണ്. ഇനി 4 also 1 6 3 2 4 5 7 1 6. ഇവിടെ നോക്കിയേ, ഇതെന്ത് തന്നെ കിട്ടി? 1 6 3 2 അല്ലേ? 1 6 പോയി, 3 2 പോയി, 2 1 പോയി. അപ്പൊ അത് അങ്ങനെ ഇരുന്നോട്ടെ. 1 6 3 2. ഈ 4 5 7 ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. 4 5 7 4 7 5 7 4 7 അല്ല 4 7 4 7 4 5. അപ്പോ 1 6 3 2 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6. 1 6 പോവും, 6 3 പോവും, 3 2 പോവും, 2 1 പോവും. 4ഉം 5ഉം ഫിക്സഡ്. അടുത്ത് 4 7ഉം 4 5ഉം ഉണ്ട്. 4 7 ഏത് പെർമുട്ടേഷനാ? 1 2 3 4 5 6 7. 4 7 ആകുമ്പോൾ 4 7 പോവും, 7 4 പോവും, ബാക്കിയെല്ലാം ഫിക്സഡ്. 1 ഫിക്സഡ്, 2 ഫിക്സഡ്, 3 ഫിക്സഡ്, 5 ഫിക്സഡ്, 6 ഫിക്സഡ്. അടുത്ത് 4 5 1 2 3 4 5 6 7. 4 5 പോവും, 5 4 പോവും, ബാക്കിയെല്ലാം ഫിക്സഡ്. This is equal to 1 2 3 4 5 6 7. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്ക് 1 1ലേക്ക്, ഈ 1 ഇവിടെ 1ലേക്ക്, ഈ 1 ഇവിടെ 6ലേക്ക്. 1ന്റെ ഇമേജ് 6. ഇവിടെ 2 2 അല്ലെ? 2 ഇവിടെ 2 2 ഇവിടെ 2 2 ഇവിടെ 1 2ന്റെ ഇമേജ് 1. 3 ഇവിടെ 3ലേക്ക്, 3 ഇവിടെയും 3 ലാസ്റ്റിൽ മാത്രം, ഫസ്റ്റിൽ മാത്രം 2 4ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 4 ഇവിടെ 5 പോവും, ഇവിടെ 5 5 പോവും, ഇവിടെ 5 5 പോവും. പ്ലസ് 5. അടുത്ത് 5ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 5 4 4 7 ഇവിടെ 7 7 അല്ലെ? നമ്മൾ എഴുതിയില്ല അല്ലെ? 7 7 അപ്പോൾ 5 7 പോകും. 6ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 6 ഇവിടെ 6 6 ഇവിടെ 6 6 ഇവിടെ 3. 7ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 7 7 ഇവിടെ 7 4 ഇവിടെ 4 4. നോക്കിയേ, അപ്പോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് ഏതൊക്കെ ഇവിടെ ഏത് സൈക്കിളിന്റെ ഒക്കെ ഉണ്ട് നോക്ക്. 1 അല്ലെ? 1 6 അല്ലെ? 1 6 ശരിയല്ലേ? 1 6 പോയി, 6 3 പോയി, 3 അങ്ങോട്ട് പോയി, 2 പോയി, 2 1 പോയി അല്ലേ? കഴിഞ്ഞില്ലല്ലോ. ഇനി ഒന്നുകൂടെ അവിടെ ഉണ്ടല്ലോ. അടുത്ത് 4 ഇവിടെ 5 പോയി, 5 ഇവിടെ 7 പോയി, 7 വീണ്ടും 4 പോയി. നോക്കണേ, ഇത് ഇവിടെ കിട്ടിയല്ലോ. ഈ സംഭവം അല്ലേ ഈ സംഭവം? അപ്പോ എങ്ങനെ എഴുതി? 1632. അപ്പൊ അടുത്ത വരില്ല, ദാറ്റ് ഈസ് 1632 എന്ന സൈക്കിളിനെയും 4 5 7 എന്ന സൈക്കിൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ തന്നെയാണ് 1 2. ഇവിടെ എങ്ങനെയാണ് ആ ഒരു ഓർഡർ ഇപ്പൊ കണ്ടോ? ഇത് നമ്മളെ പഠിക്കാൻ പോവാം. 1 2 1 3 1 6 1 2 1 3 1 6. അടുത്ത് 4 5 7 4 7 4 5. ഏറ്റവും അവസാനമാണ് ആദ്യം എടുക്കുന്നത്. 4 7 4 5. അപ്പോ ഇത് രണ്ടും സെയിം അല്ലേ? ഇവിടെ ഇത് കണ്ടില്ലേ? സെയിം അല്ലേ? അപ്പോ
ഒരു സൈക്കിളിനെ എങ്ങനെ എഴുതാമെന്ന് കണ്ടേ, ലെങ്ത് 2 ആയിട്ടുള്ള ഒരുപാട് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതിൽ ഈ എക്സാമ്പിളിലൂടെ കണ്ടേ, ഒരു സൈക്കിളിനെ, ഇതൊരു സൈക്കിൾ, ഇത് വേറൊരു സൈക്കിൾ, ഈ സൈക്കിളിനെ ലെങ്ത് 2 ആയിട്ടുള്ള ഈ സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ടും ഈ സൈക്കിളിനെ ലെങ്ത് 2 ആയിട്ടുള്ള വേറെ രണ്ട് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. അപ്പോൾ ഒരു സൈക്കിളിനെ ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്നല്ലേ ഇവിടുന്ന് മനസ്സിലാക്കണേ. ഒരു സൈക്കിളിനെ ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്നല്ലേ മനസ്സിലാക്കുന്നത്. ഒരു സൈക്കിളിനെ ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിളിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പൊസിഷൻസ്. ഇപ്പോൾ ട്രാൻസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A cycle of length 2 is called transposition. A cycle of length 2 is called a transposition. അല്ലേ? അപ്പോൾ ട്രാൻസ്പോസിഷൻ ഇപ്പോൾ നോക്കിയ ഒരു സിഗ്മ is equal to 2 3 is a cycle in S7 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ, അല്ലെങ്കിൽ S5 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? സിഗ്മ എങ്ങനെ ഇരിക്കും? 1 2 3 4 5 2 3 പോകും, 3 2 പോകും. ബാക്കിയുള്ളതെല്ലാം ഫിക്സഡ് ആയിരിക്കും അല്ലെ? ഇത് ഒഴികെയുള്ള എലമെന്റ്സുകളെല്ലാം ഫിക്സഡ് ആയിരിക്കും അല്ലെ? അപ്പോൾ ട്രാൻസ്പോസിഷൻ ലീവ്സ് ഓൾ എലമെന്റ്സ് ബട്ട് 2 ഫിക്സഡ്. അപ്പോ a cycle of length 2 is called a transposition. അപ്പോൾ നമ്മളിപ്പോ എന്ന മുകളിലത്തെ എക്സാമ്പിളിലൂടെ എന്താ കണ്ടത്? നമുക്ക് ഈ സൈക്കിളിനെ ഇത്രയും ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്ന് കണ്ടു. ഈ രണ്ട് സൈക്കിൾസിനെയും ഇത്രയും ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാ കണ്ടേ അല്ലേ? അപ്പോ example, sigma is equal to 1 2 is a transposition in S3. Number 2 mu is equal to 5 6 is equal to എന്താ വരിക? 1 2 3 4 5 6 1 2 3 4 6 5 is a transposition in S6 അല്ലേ? 3 mu is equal to നമ്മൾ ആദ്യം എഴുതിയ എക്സാമ്പിൾ നോക്കിയേ 1385 is equal to 1 2 3 4 5 6 7 8 1 3 3 8 8 5 5 1 ബാക്കിയുള്ളതെല്ലാം ഫിക്സഡ് ആണ്. This is equal to 1 5 1 8 1 3 is the mu is the product of transpositions, like product of transpositions in S8, product of transpositions in S8. അപ്പോൾ ഇത് റിസൾട്ട് ആയിട്ട് തിയറം റിസൾട്ട് വേണ്ട തിയറം നമ്മുടെ ടെക്സ്റ്റിൽ
തിയറം നമ്പർ എത്രയാ? നമ്പർ എത്രയുടെ? തിയറം നമ്പർ എത്രയാ? every permutation എത്രയാ? every permutation in Sn comma n greater than 1 is a product of two cycles. വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. പ്രോഡക്റ്റ് ഓഫ് ടു സൈക്കിൾസ്, പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പോസിഷൻസ് അല്ലെ, പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പോസിഷൻസ്. ട്രാൻസ്പോസിഷൻസ് എന്ന് വെച്ചാൽ ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിൾസ് അല്ലെ. ട്രാൻസ്പോസിഷൻസ് ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിൾസ് ആണ്, 2 സൈക്കിൾസ് ആണ് അല്ലെ. ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിൾസിനാണ് ട്രാൻസ്പോസിഷൻസ്. every permutation in Sn can be written as product of transpositions. ഇപ്പൊ നോക്കിയേ, 1 2 into 1 2 ഏതൊരു പെർമ്യൂട്ടേഷൻ ആയിക്കോട്ടെ. 1 2 into 1 2 എന്താ? 1 2 into 1 2 ഏത് Sn അല്ലേ, ജനറൽ ആയിട്ട് ഞാൻ എടുക്കുന്നു. 1 2 3 4 5 6 എക്സെട്ര n. 1 2 ആകുമ്പോൾ 2 1 2 ലോട്ട് 2 1 ലോട്ട്, ബാക്കി എല്ലാം ഫിക്സഡ് അല്ലേ. ഇവിടെയും 1 2 3 4 5 6 7 എക്സെട്ര n. 1 2 2 1ലേക്ക്, ബാക്കിയെല്ലാം ഫിക്സഡ് അല്ലേ. ഈ രണ്ട് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ രണ്ട് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 2 3 4 എക്സെട്ര n. നോക്കണേ, ഇവിടെ 1 2 ലോട്ട് പോകുന്നു, ഇവിടെ ഈ 2ന്റെ ആൻസർ 1 പോകുന്നത് 1 1 ആവും. ഇവിടെ 2 1 പോകുന്നു, 1 2 പോകുന്നു, 2ന്റെ ഇമേജ് 2 ആവും. ബാക്കിയെല്ലാം ഫിക്സഡ് അല്ലേ, ബാക്കിയെല്ലാം ഫിക്സഡ് അല്ലേ. അപ്പൊ ഇതാരാ കിട്ടിയേ? ഇതാരാ കിട്ടിയേ? ഇതാരാ കിട്ടിയേ? ഇതാരാ കിട്ടിയേ? ഐഡന്റിറ്റി അല്ലേ. അപ്പോ നിങ്ങൾക്ക് 1 2 തന്നെ വേണമെന്നില്ല, ഒരുപോലത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം. 2 3 2 3 ചുമ്മാ 2 3 2 3 2 3 2 3 മൾട്ടിപ്ലൈ ചെയ്താലോ 1 2 3 4 അങ്ങനെ പോകും എക്സെട്ര n വരെ. 2 3 3 2 ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അടുത്തതിലും 1 2 3 4 എക്സെട്ര n വരെ പോകും. 2 3 ലോട്ട് പോകും, 3 2 ലോട്ട് പോകും, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ് അല്ലേ. ഇവിടെ എന്താ വരിക? 1 2 3 4 എക്സെട്ര n വന്നിട്ട് നോക്കിയേ, ഇവിടെ 2 3ലേക്ക്, ഇവിടെ 3 3 2ലേക്ക്, അപ്പൊ 2ന്റെ ഇമേജ് 2 1 ഫിക്സഡ് ആണ്. ഇവിടെ 3 2 ലോട്ട് 2 ഇവിടെ 3ലേക്ക്, 3 3 ആവും. എല്ലാം ഫിക്സ് ചെയ്യില്ലേ. എന്നാലും എന്ത് തന്നെ കിട്ടുള്ളൂ? ഐഡന്റിറ്റി അല്ലേ കിട്ടുള്ളൂ. ഇനി ഇങ്ങനെ തന്നെ വേണമെന്നില്ല, വേറെ രീതികളുണ്ട്. നമ്മൾ അടുത്ത തീർക്കാം, അത് പറയും. അപ്പോ എന്തായാലും ഒരുപോലത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താല് എന്ത് കിട്ടുന്നുണ്ട്? ഐഡന്റിറ്റി കിട്ടണം. ഇനി ഒന്നുകൂടി പറഞ്ഞോട്ടെ, 1 2 2 1 3 4 4 3 ഇത് 4 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തിനു വരുള്ളൂ? 1 2 എന്താ? 1 2 3 4 ഞാൻ 5 വരെ S5 എന്ന് വിചാരിച്ചോ. 1 2 ലോട്ട് പോകും, 2 1 ലോട്ട് പോകും, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അടുത്തത് 1 2 3 4 5 1 2ലേക്കും 2 1ലേക്കും ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അടുത്ത 3 4 1 2 3 4 5 3 4ലേക്ക് പോകും, 4 3ലേക്ക് പോകും, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അടുത്ത 4 3 1 2 3 4 5 4 3ലേക്ക് പോകും, 3 4ലേക്ക് പോകും,
ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയേ, ഇതിന്റെ ആൻസർ നോക്കിയേ എന്താ വരിക? 1 2 3 4 5. ഒരറ്റത്തിൽ നിങ്ങൾ തുടങ്ങിയ ലാസ്റ്റിൽ തുടങ്ങാവൂ. 1 ഇവിടെ 1ലേക്ക്, 1 ഇവിടെ 1ലേക്ക്, ഈ 1 ഇവിടെ 2ലേക്ക്, ഈ 2 ഇവിടെ 1ലേക്ക്. എന്നാലും ഫൈനൽ ആൻസർ 1 ആണ്. അടുത്ത് 2ന്റെ ഇമേജ് കണ്ടുപിടിക്കാം. 2 ഇവിടെ 2ലേക്ക് പോകുന്നു, ഈ 2 ഇവിടെയും 2ലേക്ക് പോകുന്നു, ഈ 2 ഇവിടെ 1ലേക്ക് പോകുന്നു. ഇവിടെ വരെ വരുമ്പോൾ 1 ആവും ഇമേജ്. ഇനി വീണ്ടും ഈ 1 ഇവിടെ 2ലേക്ക് പോകുന്നു. അപ്പോൾ 2 ആയില്ലേ. 3ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 3 ഇവിടെ 4ലേക്ക് പോകുന്നു, 4 ഇവിടെ 3ലേക്ക് പോകുന്നു, 3 ഇവിടെ 3ലേക്ക് പോകുന്നു, 3 ഇവിടെ 3ലേക്ക് പോകുന്നു. 3ന്റെ ഇമേജ് 3 ആയല്ലോ. 4ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ നോക്കിയേ. 4 ഇവിടെ 3ലേക്ക് പോകുന്നു, 3 ഇവിടെ 4ലേക്ക് പോകുന്നു. അടുത്ത് 4 4 4 4. ഇനി 5 ഇവിടെ 5 എല്ലായിടത്തും 5 ഫിക്സഡ് അല്ലേ. എന്ത് കിട്ടി? വീണ്ടും ഐഡന്റിറ്റി കിട്ടിയില്ലേ. അപ്പോ ഇപ്പൊ 2 എണ്ണം തന്നെ വേണമെന്നില്ല, 4 എണ്ണം. പക്ഷെ നിങ്ങൾ 3 എണ്ണം ആണെങ്കിൽ അവിടെ നോക്കി ഇത് മാച്ച് കളഞ്ഞേ, ഇതിനെ മാച്ച് കളഞ്ഞേ. ഐഡന്റിറ്റി കിട്ടുന്നുണ്ടോ? ഐഡന്റിറ്റി കിട്ടുന്നുണ്ടോ? 1 2 3 4 5 ഐഡന്റിറ്റി കിട്ടുന്നുണ്ടോ? 1 1ലേക്ക്, 1 2ലേക്ക്. 1ന്റെ ഇമേജ് 2 ആവും. അപ്പൊ തന്നെ ഐഡന്റിറ്റി കിട്ടാതാവും. 1ന്റെ ഇമേജ് 2 ആയില്ലേ അല്ലെ. 1 1ലേക്ക്, 1 2ലേക്ക്, അല്ലെ 4 1 2 3 4 5. 1ന്റെ ഇമേജ് 1ലേക്ക്, ഈ 1 ഇവിടെ 2ലേക്ക്, 2 ഇവിടെ 1 1ലേക്ക്, 1 2ലേക്ക്, 2 1ലേക്ക്. ശരിയാണല്ലോ. 1 1 2 ഇവിടെ 2ലേക്ക്, 2 ഇവിടെ 1ലേക്ക്, 1 ഇവിടെ 2ലേക്ക്. 3 ഇവിടെ 4ലേക്ക്, 4 ഇവിടെ 4ലേക്ക്, 4 ഇവിടെ 4ലേക്ക്. 4 ഇവിടെ 3ലേക്ക്, 3 ഇവിടെ 3ലേക്ക്, 3 ഇവിടെ 3ലേക്ക്. 5 ഇവിടെ 5, 5 ഇവിടെ 5, 5 ഇവിടെ 5. ഇത് ഐഡന്റിറ്റി ആയില്ലല്ലോ. ഇതേ സൈക്കിളായി, 3 4 എന്ന സൈക്കിളായി. അപ്പോ 2 എണ്ണം ഒരുപോലെ വന്നാല് അവ തമ്മിൽ ക്യാൻസൽ ചെയ്തങ്ങ് പോകും, ഐഡന്റിറ്റി ആയിട്ട് പോകും. ഈ × 3 4 എന്നത്. അല്ല 3 എണ്ണം എഴുതിയപ്പോൾ പണി കിട്ടി, ഐഡന്റിറ്റി കിട്ടിയില്ല അല്ലെ. നേരത്തെ 3 4 ഒരു പ്രാവശ്യം കൂടി എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐഡന്റിറ്റി കിട്ടി. അപ്പോ നമുക്ക് ഇവിടുത്തെ പ്രൂഫ് അങ്ങ് എഴുതാം. Every permutation in Sn where n greater than 1 is a product of transpositions. Every permutation in Sn where n greater than 1 is a product of transpositions. We have the identity element E in Sn can be expressed as E is equal to cycle 1 to cycle 1 to. ഇപ്പൊ കണ്ടതാണല്ലോ. and so it is a product of 2 cycles. And so it is a product of 2 cycles. ഇനി നമുക്കറിയാലോ every permutation can be expressed as product of disjoint cycles എന്നറിയാലോ. We have the previous theorem that എല്ലാം we have ആണ് ഈ പ്രൂഫിൽ അല്ലെ. We have the previous theorem that അല്ലെങ്കിലും ഒരു പ്രൂഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന ആർഗ്യുമെന്റ്സ് നോക്കുക, എന്ത് കൺക്ലൂഷനിൽ എത്തിച്ചേരണമെന്ന് നോക്കുക. തന്നിരിക്കുന്ന ആർഗ്യുമെന്റ്സും
നമുക്കറിയാവുന്ന തിയറംസും ഫാക്ട്സുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് കൺക്ലൂഷൻ എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ തിയറം പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ. ലോജിക്ക് പഠിച്ചവരല്ലേ നമ്മൾ, എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് സെമ്മിലോ സെക്കൻഡ് സെമ്മിൽ പഠിച്ചവരാണ് നമ്മൾ. പ്രൂഫ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പഠിച്ചവരല്ലേ നമ്മൾ, എങ്ങനെ ചെയ്യാമെന്നാണ് ജനറലായിട്ട് പഠിച്ചവരാണ്. ഓക്കെ, ഒരുപാട് മെത്തേഡ്സും പറഞ്ഞു പ്രൂഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ we have the previous theorem that every permutation can be expressed as product of disjoint cycle. Every permutation in Sn can be written as product of disjoint cycles. Every permutation in S7 can be written as product of disjoint cycles. Product of disjoint cycles. That is, എങ്ങനെ എഴുതാം? That is, if sigma element of Sn, then sigma എങ്ങനെ എഴുതാം? Sigma is equal to A1, A2, A3, etc. AK into B1, B2, B3, etc. BR അല്ലെങ്കിൽ BT എന്നോ, BT അടുത്ത് C1, C2, C3, etc. CS. We compute directly. നമ്മൾ അതിനാണ് തൊട്ട് മുമ്പേ പ്രോബ്ലം ചെയ്യുന്നത്. We can see that ഇങ്ങനെ നോക്കിയാൽ A1 AK into A1 AK minus 1 into etc. into A1 A2. പിന്നെ ഇവിടെ നോക്കിയേ B1 B2 BT, അതിനെങ്ങനെ എഴുതി? B1 ഉം ലാസ്റ്റും BTയും, B1 BT, പിന്നെ B1 BT minus 1 ആണ് തൊട്ട് മുമ്പ് ഇവിടെയുള്ള ആളാണ് T minus 1. പിന്നെ അതിന് മുമ്പ് എക്സെട്ര ഇട്ടാൽ മതി. എക്സെട്ര B1 B2, ഇനി C1 ഇവിടെയും C1 CS, C1 CS minus 1, ഇവിടെ പ്രീവിയസ് ഇവിടെ മുമ്പുള്ളത് എക്സെട്ര ആണെങ്കിൽ എക്സെട്ര C1 C2 ഈക്വൽ ടു സിഗ്മ. ഇതും സിഗ്മ ആണെന്ന് മനസ്സിലാവും. അപ്പോ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 യൂസ് ചെയ്ത് എന്ത് പറയാം? using 1 and 2 we can write എന്താണ്? We can write A1 cycle A1 A2 etc. AK into cycle B1 B2 etc. BT into cycle C1 C2 etc. CS is equal to എന്തെഴുതി നമ്മള്? is equal to transposition A1 AK transposition
a1 ak minus 1 etc. ട്രാൻസ്പോസിഷൻ a1 a2 അടുത്തോ ട്രാൻസ്പോസിഷൻ അല്ലെ ട്രാൻസ്പോസിഷൻ b1 bt ട്രാൻസ്പോസിഷൻ b1 bt minus 1 etc. ട്രാൻസ്പോസിഷൻ b1 b2 പിന്നെയോ ട്രാൻസ്പോസിഷൻ c1 cs c1 cs minus 1 c1 cs c1 cs minus 1 etc. c1 c2 കണ്ടല്ലോ. അപ്പോൾ ഈ സൈക്കിളിനെ a1 ak a1 ak minus 1 അങ്ങനെ എഴുതി a1 a2 വരെ എഴുതി. അടുത്ത ഈ സൈക്കിളിനെ b1 bt b1 bt minus 1 etc. b1 b2 വരെ എഴുതി. അടുത്ത് ഈ c1 c2 cs നെ c1 cs c1 c എല്ലാം ഫിക്സ് ഒരെണ്ണം c1 ആണ് എല്ലാത്തിനും ഇവിടെ ഈ സൈക്കിളിൽ എല്ലാത്തിലും ഫസ്റ്റ് a1 ആണ്. ഈ സൈക്കിളിൽ എല്ലാത്തിനും ഫസ്റ്റ് b1 ആണ്. അങ്ങനെ അപ്പോൾ ആയല്ലോ ദസ് ഇത് കംപ്ലീറ്റ് ആയല്ലോ. ഹെൻസ് every permutation is a product of disjoint cycles എന്നുള്ളത് കഴിഞ്ഞ തീർപ്പായിരുന്നു. ഇത് പറഞ്ഞ എന്താണ്? hence every permutation in Sn can be written as product of transpositions. ഇനി ക്വസ്റ്റ്യൻ സൈഡ് prove that 1 2 3 4 5 is equal to 5 4 5 3 5 2 5 1. ഈ രണ്ട് പെർമ്യൂട്ടേഷൻസും ഈ പെർമ്യൂട്ടേഷനും